എന്നും മലയാളി പ്രേക്ഷക മനസ്സിലെ പ്രിയ താരമാണ് നടി നവ്യ നായർ. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. ഇതിനിടെയാണ് താരം പുതിയൊരു സംരംഭം തുടങ്ങിയതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയത്. ഒറ്റത്തവണ ഉപയോഗിച്ച വസ്ത്രങ്ങൾ വിൽക്കുകയായിരുന്നു. ഇതിനുവേണ്ടി താരം പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജും തുടങ്ങിയിരുന്നു. ഇതിനു പിന്നാലെ ആരാധകരുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ വന്നിരുന്നു. എത്ര പണം സമ്പാദിച്ചിട്ടും വീണ്ടും പണം സമ്പാദിക്കാനുള്ള ആർത്തിയാണ് എന്ന തരത്തിലായിരുന്നു കമൻറ്റുകൾ. എന്നാൽ ബോളിവുഡ് ഉൾപ്പെടെയുള്ള മറ്റു പല സിനിമാ മേഖലകളിലും നടിമാർ ഇത് സ്ഥിരമായി ചെയ്യാറുള്ളതിനാൽ നിരവധി പേർ നവ്യയെ പിന്തുണച്ചും കമൻറ്റിട്ടിരുന്നു. 6 സാരികളാണ് നവ്യ നായർ വിൽപ്പനയ്ക്കായി ഡിസ്പ്ലേ ചെയ്തത്. ഇതിൽ 2 കാഞ്ചീപുരം സാരികളാണ്. മറ്റുള്ളവ ലിൻ സാരികളും ബനാറസ് സാരികളുമാണ്. ലിനൻ സാരികൾക്ക് 2500 രൂപയാണ് വില. കാഞ്ചീപുരം സാരികൾ 4000 മുതൽ 4600 രൂപ വിലയുള്ളവയായിരുന്നു. എന്നാലിപ്പോൾ തന്നെ കുറ്റപ്പെടുത്തിയവരെ കൊണ്ട് മാറ്റിപ്പറയിപ്പിച്ച നവ്യ നായർ. സാരി വിറ്റ് കിട്ടിയ പണം നവ്യ എവിടെയും ദൂർത്തടിക്കാൻ കൊണ്ടുപോയിട്ടില്ല. ആ പണവും കയ്യിലെ കുറച്ചു പണവും ചേർത്ത് ഒട്ടനവധി സാധനങ്ങളുമായി നവ്യ ഓടി വന്നത് പത്തനാപുരത്തെ ഗാന്ധി ഭവനിലേക്കാണ്. കുടുംബത്തോടൊപ്പം കൈനിറ സാധനങ്ങളുമായാണ് നവ്യ ഗാന്ധി ഭവനിലെ അന്തേവാസികളെ കാണാൻ എത്തിയത്. സാരി വിറ്റ് ലഭിച്ച തുക ഗാന്ധി ഭവനിലെ അഗതികൾക്കായി നവ്യ നായർ സമ്മാനിച്ചു. അന്തേവാസികൾക്ക് പുതുവസ്ത്രങ്ങളും മധുരവും ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിന് 1 ലക്ഷം രൂപയും നവ്യ സമ്മാനിച്ചു.